മൂന്നാമത്തെ റൂളറാണ് ഉദയഭദ്ര അഥവാ ഉദയൻ എന്ന് പറയും. പ്രോമിനന്റ് അല്ല. ഹി വാസ് എ സൺ ഓഫ് അജാതശത്രു. പുള്ളിയുടെ കേസിൽ ഒരൊറ്റ കാര്യം ഓർത്തു വെച്ചേക്കുക. ഹി ബിൽഡ് ദി ഫോർട്ട് അറ്റ് പാടലിപുത്ര. നമ്മൾ പാടലി ഗ്രാമം എന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ആ പാടലിപുത്രയ്ക്ക് ചുറ്റുമായിട്ട് കോട്ടകൾ നിർമ്മിക്കുകയും അതിനെ പാടലിപുത്രയാക്കി ഇന്ന് കാണുന്ന ഒരു പ്രോമിനന്റ് സിറ്റി ആക്കി വളർത്തിക്കൊണ്ടുവന്നത് ഉദയഭദ്രയാണെന്നാണ് പറയുന്നത്. അജാതശത്രുവാണ് പാടലി ഗ്രാമം ഉണ്ടാക്കുന്നത്. അതിനെ കംപ്ലീറ്റ്ലി ഫോർട്ടിഫൈ ചെയ്ത് ഒരു പ്രോമിനന്റ് സിറ്റി ആക്കി കൺവേർട്ട് ചെയ്തു. ആര്? ഉദയഭദ്ര. മാത്രമല്ല, the capital of Magadha got shifted to Padaliputra during his time. മഗധയുടെ ക്യാപിറ്റൽ പാടലിപുത്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതും ഇദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും നാൾ രാജഗൃഹയിലായിരുന്നല്ലോ. ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ദ ക്യാപിറ്റൽ ഗോട്ട് ഷിഫ്റ്റഡ് ടു പാടലിപുത്ര. ആൻഡ് ഹി വാസ് എ ഫോളോവർ ഓഫ് ജൈനിസം. ഓക്കെ, ജൈനമതത്തിലെ ഫോളോവർ ആയിരുന്നു എന്നാണ്, ജെയിൻ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചില ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളും ജെയിൻ ടെക്സ്റ്റുകളൊക്കെ പറയപ്പെടുന്നുണ്ട് ഉദയഭദ്ര വാസ് എ ജെയിൻ ഫോളോവർ. ചില ടെക്സ്റ്റുകൾ പറയുന്നുണ്ട് ഹി വാസ് എ ഫോളോവർ ഓഫ് അജീവിക സെക്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ മോസ്റ്റ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറി ജൈനിസം ഫോളോവർ ആയിട്ടാണ്. ഉദയഭദ്രയ്ക്ക് ശേഷം ഏറ്റവും അവസാനത്തെ രാജാവായിട്ട് പറയപ്പെടുന്നു. ഉദയഭദ്രയുടെ സക്സസർ ആയിട്ട് പറയാൻ പറ്റത്തില്ല, ഇമ്മീഡിയറ്റ് സക്സസർ അല്ല. പക്ഷേ അതിനുശേഷം ഹര്യങ്ക ഡൈനാസ്റ്റിയിൽ ഏറ്റവും അവസാനമായിട്ട് ഭരിച്ചിരുന്ന രാജാവാണ് നാഗദശക. പുള്ളിയുടെ സമയത്ത് പുള്ളി അത്ര കേപ്പബിൾ ആയിട്ടുള്ള രാജാവായിരുന്നില്ല. സോ ഹി വാസ് ഓവർത്രൂൺ ബൈ ഹിസ് മിനിസ്റ്റർ ശിശുനാഗ. ജനങ്ങളുടെ ഒരു പോപ്പുലർ റെബലിയൻ ഒക്കെ നടത്തി ട്രച്ചറസ്ലി പുള്ള മിനിസ്റ്റർ ആയിരുന്ന ശിശുനാഗ നാഗദശകയെ വധിക്കുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും. നാഗദശക ഇമ്മീഡിയറ്റ് സക്സസർ അല്ല, ഹി വാസ് ഓൾസോ എ സക്സസർ ഓഫ് ദിസ് ഹര്യങ്ക ഡൈനാസ്റ്റി. ലാസ്റ്റ് റൂളറായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. ആൻഡ് ഹി വാസ് ഓവർത്രോൺ ബൈ മിനിസ്റ്റർ ശിശുനാഗ. അതോടുകൂടി ഹര്യങ്ക ഡൈനാസ്റ്റി കെയിം ടു ആൻ എൻഡ്. ആദ്യം ബിംബിസാര, ദെൻ അജാതശത്രു, ദെൻ ഉദയൻ അഥവാ ഉദയഭദ്ര. പിന്നെ കുറേ റൂളേഴ്സ് മാറി മാറി വന്നു. ദ ലാസ്റ്റ് റൂളർ വാസ് നാഗദശക. അപ്പൊ ഹര്യങ്ക ഡൈനാസ്റ്റി അവസാനിക്കുന്നു. അടുത്ത ഡൈനാസ്റ്റി വരുന്നു, ശിശുനാഗ ഡൈനാസ്റ്റി. ഒരുപാട് പ്രോമിനൻസ് ഈ ഡൈനാസ്റ്റിക്ക് ഇല്ല. കാരണം രണ്ട് കിങ്ഡം രാജ്യങ്ങളേ ഉള്ളൂ, രണ്ട് രാജാക്കന്മാരേ ഉള്ളൂ. ഓൺലി 2 റൂളേഴ്സ് were there. One is the founder. ഈ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാ? ശിശുനാഗയാണ്. അതാണ് ആദ്യത്തെ രാജാവ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകൻ കാലാശോക. ഈ രണ്ട് രാജാക്കന്മാർ മാത്രമേ ശിശുനാഗ ഡൈനാസ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ശിശുനാഗ അധികാരത്തിൽ വന്ന ഉടനെ ആദ്യം ചെയ്ത പരിപാടി, the capital of Magadha was shifted towards വൈശാലി. പുള്ളിയുടെ ജന്മസ്ഥലമായിരുന്നു എന്നാണ് പറയപ്പെടുന്ന വൈശാലി. അപ്പോൾ ഇത്രയും നാള്, അതായത് ഉദയഭദ്ര വന്നിട്ട് പാടലിപുത്രയാക്കിയില്ലേ ക്യാപിറ്റൽ, എഗെയിൻ ദിസ് ക്യാപിറ്റൽ വാസ് ഷിഫ്റ്റഡ് ടു വൈശാലി ബൈ ദിസ് ശിശുനാഗ. അതാണ് പുള്ളി ആദ്യം ചെയ്ത പരിപാടി. അവന്തി, നമ്മുടെ സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്തുള്ള മഹാജനപദയാണ് അവന്തി. ദാറ്റ് ഗോട്ട് annexed during his period, and Shishunaga was succeeded by his son Kalashoka. കാലാശോകനെ കാകവർണ്ണൻ എന്നും പറയാറുണ്ട്. ശിശുനാഗയ്ക്ക് ശേഷം അടുത്ത രാജാവ് ആരായി? കാലാശോകൻ. പുള്ളി വന്നുടനെ ഒരു പരിപാടി ചെയ്തു. ഹി കണ്ടക്റ്റഡ് ദ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ അങ്ങ് നടത്തി. രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് 383 BC-യിലാണ്. 383 BC-യിലാണ് രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. സ്ഥലം എവിടെയായിരിക്കും? സ്ഥലം വൈശാലിയിലാണ്. കാരണം ആ സമയത്തെ അന്നത്തെ ക്യാപിറ്റൽ വാസ് വൈശാലി അല്ലെ. ശിശുനാഗ വൈശാലിയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് കാലാശോക വന്ന ഉടനെ 383 BC-യിൽ രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തി. എവിടെയാണ് നടത്തിയത്? വൈശാലിയിലാണ്. ക്യാപിറ്റൽ സിറ്റിയിലാണ് ഒട്ടുമിക്ക ബുദ്ധിസ്റ്റ് കൗൺസിലും നടത്താറുള്ളത്. അത് നടത്തിയതിന് ശേഷം he shifted the capital again back to പാടലിപുത്ര. വൈശാലിയിൽ വെച്ച് രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയതിന് ശേഷം this capital was again shifted to പാടലിപുത്ര. പിന്നെ അവിടുന്ന് മാറിയിട്ടില്ല. ഇനി അങ്ങോട്ട് നന്ദ ഡൈനാസ്റ്റി വരുമ്പോഴും മൗര്യൻസ് വരുമ്പോഴൊന്നും ഈ ക്യാപിറ്റലിൽ മാറ്റം വരില്ല. ദ പെർമനന്റ് ക്യാപിറ്റൽ ഓഫ് മഗധ എംപയർ became പാടലിപുത്ര.
ഓക്കെ, അങ്ങനെ പെർമനന്റ്ലി പാടലിപുത്രയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തത് കാലാശോകനാണ്. നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ദിസ് കാലാശോക വാസ് ഓൾസോ കിൽഡ് ഇൻ എ പോപ്പുലർ റെവല്യൂഷൻ. ജനങ്ങളുടെ ഒരു റെവല്യൂഷൻ കാരണം പുള്ളി കൊല്ലപ്പെട്ടു. അന്ന് ആ റെവല്യൂഷൻ പ്ലാൻ ചെയ്തത് പുള്ളിയുടെ സ്വന്തം മിനിസ്റ്റർ ആയിരുന്നു, കമാൻഡറും മിനിസ്റ്ററൊക്കെ ആയിരുന്ന മഹാപത്മനന്ദ. മഹാപത്മനന്ദ ഇങ്ങനൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളി ഒരു കമാൻഡർ മിനിസ്റ്ററൊക്കെ ആയിരുന്നു. കാലാശോകന്റെ മിനിസ്റ്റർ ആയിരുന്ന മഹാപത്മനന്ദ പുള്ളിയെ കൊല്ലുകയും റവല്യൂഷനിൽ കൊല്ലുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ടുപേർക്ക് ശേഷം ദിസ് ശിശുനാഗ ഡൈനാസ്റ്റി came to an end. A new dynasty comes to power. മഹാപത്മനന്ദയല്ലേ തോൽപ്പിച്ചത്. സോ ന്യൂ ഡൈനാസ്റ്റി, ദാറ്റ് ഇസ് നന്ദ ഡൈനാസ്റ്റി came to power. നന്ദ ഡൈനാസ്റ്റി. അപ്പോൾ ആദ്യം ഹരിയങ്ക ഡൈനാസ്റ്റി ആയിരുന്നു, then ശിശുനാഗ ഡൈനാസ്റ്റി. The third dynasty ruling over this Magadha was നന്ദ ഡൈനാസ്റ്റി. നന്ദ ഡൈനാസ്റ്റിയിലും ഒരുപാട് രാജാക്കന്മാരുണ്ട്. പക്ഷെ പ്രോമിനന്റ് ആയിട്ട് പറയപ്പെടുന്ന സിഗ്നിഫിക്കൻസ് ഉള്ള രണ്ട് രാജാക്കന്മാരാണ്. ഒന്ന് മഹാപത്മനന്ദ, ദ ഫൗണ്ടർ ഹിംസെൽഫ്, ആൻഡ് ദ ലാസ്റ്റ് റൂളർ ധനനന്ദ. രണ്ട് പേരുടെ പേരുകൾ ഓർത്ത് വെച്ചേക്കുക. ഒന്ന് മഹാപത്മനന്ദ, രണ്ട് ധനനന്ദ. മഹാപത്മനന്ദ പല ടൈറ്റിലുകളിലും അറിയപ്പെട്ടിരുന്ന രാജാവാണ്. പുള്ളിയെ ഉഗ്രസേനൻ എന്ന് വിളിച്ചിരുന്നു, ഏകരഥ എന്ന് വിളിച്ചിരുന്നു, സർവക്ഷത്രിയ മന്ദക എന്ന് വിളിച്ചിരുന്നു. ഏകരഥ എന്ന് വെച്ചാൽ ദ സുപ്രീം വൺ, ദി വൺ, ദ ഓൺലി വൺ എന്ന് പറയുന്നതാണ് ഏകരഥ. നോക്കി, സർവക്ഷത്രിയ മന്ദക എന്ന ടൈറ്റിലുണ്ട്. പറയപ്പെടുന്നതിന് കാരണം വേറെ ഒന്നുമല്ല, ഹി വാസ് എ നോൺ ക്ഷത്രിയ. പുള്ളി ക്ഷത്രിയനായിരുന്നില്ല. അപ്പോൾ ക്ഷത്രിയന്മാരെ കൊന്നിട്ട് അധികാരത്തിൽ വന്നവൻ എന്നുള്ള ടൈറ്റിലാണ് സർവ ക്ഷത്രിയ മന്ദക. എല്ലാ ക്ഷത്രിയന്മാരെയും വധിച്ചിട്ട് അധികാരത്തിൽ വന്നവൻ എന്ന് പറയുന്ന ടൈറ്റിലും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഹി വാസ് എ നോൺ ക്ഷത്രിയ. ദ ഫസ്റ്റ് കിങ് ഓഫ് നന്ദ ഡൈനാസ്റ്റി ആണ്. ദ ഫസ്റ്റ് ഓഫ് ദി നോൺ ക്ഷത്രിയ ഡൈനാസ്റ്റി ഹു റൂൾഡ് ഓവർ മഗധ. അതും ഈ മഹാപത്മനന്ദയാണ്. കലിംഗ പ്രദേശം നമ്മുടെ ഇന്നത്തെ ഒഡീഷയുടെ ഭാഗമാണ് കേട്ടോ. ഇന്നത്തെ ഒഡീഷയുടെ റീജിയൻ കലിംഗ. ഈ കലിംഗ മഗധ എംപയറിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്, അനക്സ് ചെയ്യുന്നതും ആരാണ്? ഈ മഹാപത്മനന്ദയാണ്. ഓക്കെ, മഹാപത്മനന്ദയ്ക്ക് ശേഷം പിന്നെയുള്ളൊരു പ്രോമിനന്റ് റൂളറാണ് ധനനന്ദ. ധനനന്ദയെ ഗ്രീക്ക് ടെക്സ്റ്റുകളിൽ പല പല ടൈറ്റിലുകൾ കൊടുക്കാറുണ്ട്. അഗ്രാമസ്, സാൻഡ്രമസ്, അങ്ങനെ പല പല ടൈറ്റിലിൽ അറിയപ്പെടുന്ന രാജാവാണ് ധനനന്ദ, ദ ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ ഡൈനാസ്റ്റി. നന്ദ ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരിയാണ്. ഒരു അൺപോപ്പുലർ രാജാവാണ്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വലിയ താല്പര്യം പുള്ളിയോട് ഉണ്ടായിരുന്നില്ല. ഹാർഷായിട്ടുള്ള റവന്യൂ പോളിസീസ് ആയിരുന്നു. അട്രോസിറ്റീസ് കാണിക്കുമായിരുന്നു അല്ലെ, നമ്മൾ ആ ബാഹുബലി സിനിമയിലൊക്കെ കാണുന്ന പോലെ, ബല്ലാൽ ദേവന്റെ കഥ പോലെ അത്രയും അട്രോസിറ്റീസ് കാണിച്ചിരുന്ന ഒരു രാജാവായിട്ടാണ് ധനനന്ദയെ പറയപ്പെടുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ താല്പര്യം പുള്ളിയോട് ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിയുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഹി വാസ് എ കണ്ടംപററി ഓഫ് അലക്സാണ്ടർ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറയപ്പെടുന്ന അലക്സാണ്ടർ ചക്രവർത്തി, ഗ്രീക്ക് രാജ്യം ഭരിച്ചിരുന്ന പുള്ളിയുടെ കണ്ടംപററി ആയിരുന്നു ധനനന്ദ. മാത്രമല്ല ഈ അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വരാനായിട്ടൊരു ശ്രമം ഈ സമയത്ത് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 326 BC കാലഘട്ടം, 326 BC കാലഘട്ടത്തിൽ ഈ അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പുള്ളിയുമായിട്ട് യുദ്ധമൊക്കെ നടത്തിയിട്ടില്ല. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗം വരെ അലക്സാണ്ടർ വരും, എന്നിട്ട് തിരിച്ചു പോകും. ആ കഥയും മറ്റുമെല്ലാം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അടുത്ത ഗ്രീക്ക് ഇൻവേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് അന്നത്തെ നന്ദ ഡൈനാസ്റ്റിയിലെ ഭരണാധികാരിയായിരുന്നു ധനനന്ദ. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുകയായിരുന്നു, അലക്സാണ്ടർ ഇപ്പോൾ വരും എല്ലാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. there was a political vacuum there. ഈ മഗധ കിങ്ഡത്തിൽ രാജാവ് രാജ്യകാര്യങ്ങൾ അധികം ഫോക്കസ് ചെയ്തിരുന്നില്ല. അലക്സാണ്ടർ വരുമെന്ന് പേടിച്ച് എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. രാജാവും അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. ഇന്റേണലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. രാജാവ് രാജ്യകാര്യങ്ങൾ നോക്കി നടത്തുന്നില്ല.
അപ്പോൾ ഒരു പൊളിറ്റിക്കൽ വാക്യൂം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ സിറ്റുവേഷൻസ് എല്ലാം യൂട്ടിലൈസ് ചെയ്താണ് ചന്ദ്രഗുപ്ത മൗര്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചാണക്യ എസ്റ്റാബ്ലിഷിംഗ് ദി മൗര്യൻ എംപയർ ഇൻ മഗധ. രാജാവ് രാജ്യകാര്യങ്ങൾ നോക്കി നടത്തുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ഈ സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ചന്ദ്രഗുപ്ത മൗര്യ ചാണക്യന്റെ സഹായത്തോടു കൂടി ധനനന്ദയെ വധിക്കുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും. അതോടുകൂടി നന്ദ ഡൈനാസ്റ്റി അവസാനിക്കും. ചന്ദ്രഗുപ്ത മൗര്യ അധികാരത്തിൽ വന്നതോടുകൂടി മൗര്യൻ ഡൈനാസ്റ്റി അഥവാ മൗര്യൻ എംപയർ എമേർജ് ആവും. അപ്പൊ അതെല്ലാം നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണെന്ന് ഓർത്തു വെച്ചേക്കുക. അലക്സാണ്ടറിന്റെ ഇൻവേഷൻ, അതുപോലെ ഈ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യയുടെ എമേർജൻസ്, ഇതെല്ലാം ധനനന്ദയുടെ സമയത്ത് നടന്നിരിക്കുന്നു. ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് തന്നെ മഗധൻ എംപയറിൽ സംഭവിച്ചു. ഇതിനു മുമ്പുള്ള ഡൈനാസ്റ്റീസ് എന്നാണ് വിളിച്ചത്, ഹരിങ്ക, ശിശുനാഗ, നന്ദ. പക്ഷെ അടുത്ത മൗര്യനിലേക്ക് വരുമ്പോൾ നമ്മൾ മൗര്യൻ ഡൈനാസ്റ്റി എന്നല്ല പറയാ, ഒരു മൗര്യൻ എംപയർ എന്നാണ് പറയുന്നത്. അത്രയും ഹ്യൂജ് ആയിട്ടുള്ള രാജ്യമായിരുന്നു, ഹൈലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മൗര്യൻ എംപയർ സ്ഥാപിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിന്റെ ബാക്കിയുള്ള ചരിത്രം, ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് കുറച്ചുണ്ട്, അത് നമുക്ക് അടുത്ത സെഷനകത്ത് അടുത്ത വീഡിയോസിനും മറ്റുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത് കുറച്ച് കാര്യമായിട്ട് തന്നെ പറയാനുണ്ട്. ഇൻവേഷൻസിനെ കുറിച്ചും അലക്സാണ്ടർ വന്നതിനെ കുറിച്ചും എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ വാക്യൂം ഉണ്ടായതിനെ കുറിച്ച് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ചരിത്രം പറയാനുണ്ട്. അത് അടുത്ത വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വച്ചേക്കാം. കട്ട്. സോ ബാക്കി ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.